നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് LD ക്ലർക്കിൻ്റെയും ഹിന്ദി ടൈപ്പിസ്റ്റിൻ്റെയും ഡ്രൈവറിൻ്റെയും വേക്കൻസി വന്നിട്ടുണ്ട്. ഏകദേശം 182 വേക്കൻസീസാണുള്ളത്. ഇതിന് ഫിസിക്കൽ ടെസ്റ്റ് ഒന്നും ആവശ്യമില്ല, സ്ത്രീകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് LD ക്ലർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ടോട്ടൽ ഏകദേശം 182 വേക്കൻസീസ് ആണെന്ന് പറഞ്ഞു. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഇന്ത്യയിൽ ഉള്ള പല യൂണിറ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. നമുക്ക് ഓരോ പോസ്റ്റിൻ്റെ എവിടേക്കാണ് വേക്കൻസീസ് ഉള്ള ഡീറ്റെയിൽസ് നോക്കാം. അതിനു മുമ്പ് ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് നമുക്ക് ആദ്യം നോക്കാം. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. 3 വർഷത്തെ OBC ഏജ് റിലാക്സേഷൻ കിട്ടുന്നതായിരിക്കും. OBCക്ക് SC/STക്ക് 5 വർഷത്തെയും ഏജ് റിലാക്സേഷൻ കിട്ടും. ബാക്കിയുള്ളവർക്ക് 18 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എക്സ് സർവീസ്മെൻ ആണെങ്കിൽ അതിൻ്റെ വയസ്സിളവ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഉള്ളവർക്കും വയസ്സിളവ് ലഭിക്കുന്നതായിരിക്കും. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ LD ക്ലർക്കിൻ്റെ ക്ലർക്കിൻ്റെ പേ സ്കെയിൽ ശമ്പളം വരുന്നത് ലെവൽ 2 ആണ്. ഇത് സെൻട്രൽ ഗവൺമെൻറ് പേ സ്കെയിലാണ് വരുന്നത്. 60 വയസ്സ് വരെ നിങ്ങൾക്ക് ജോലി ചെയ്യാവുന്നതാണ്. പെർമനൻറ്റ് പോസ്റ്റുകളാണ്. ഇപ്പോൾ ലെവൽ 2 വരുന്നതാണ്. LDC ആണെങ്കിലും ഹിന്ദി ടൈപ്പിസ്റ്റ് ആണെങ്കിലും സെയിം ക്വാളിഫിക്കേഷനാണ് വരുന്നത്. ലെവൽ 2 എന്ന് പറയുന്നത് ബേസിക് പേ വരുന്നത് 19,900 ആണ്. പിന്നെ DA HR എല്ലാം കൂടി കൂട്ടി ഏകദേശം 30,000-ന് മുകളിൽ നിങ്ങൾക്ക് സാലറി കിട്ടുന്നതായിരിക്കും. ക്വാളിഫിക്കേഷൻ പറയുന്നത് 12th പാസ്സാണ്. +2 നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ കഴിഞ്ഞവരാണെങ്കിൽ പാസ്സായാൽ മാത്രം മതി, നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ അവരൊരു ടൈപ്പിംഗ് ടെസ്റ്റും കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഇംഗ്ലീഷ് ടൈപ്പിംഗ് ആണെങ്കിൽ 35 വേർഡ്സ് പെർ മിനിറ്റ് നിങ്ങൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം. അവർ ടൈപ്പിംഗ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും, അതും നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം. ഫസ്റ്റ് 12th പാസ്സായ ആർക്കും ഇത് അപേക്ഷിക്കാവുന്നതാണ്. ഇനി മോട്ടോർ ഡ്രൈവറിൻ്റെ വേക്കൻസി ആണെങ്കിലും ഇതും സെയിം സാലറി തന്നെയാണ്. ഇതിന് 10th ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഡ്രൈവിംഗ് ലൈസൻസ് വേണം. ലൈറ്റിൻ്റെയും ഹെവിയുടെയും ഡ്രൈവിംഗ് ലൈസൻസ് വേണം. പിന്നെ അതുപോലെ 2 വർഷം എക്സ്പീരിയൻസും വേണം. മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിങ്ങിൻ്റെ 2 വർഷത്തെ എക്സ്പീരിയൻസും വേണം. സിലബസ് വരികയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ LDCക്ക് ആണെങ്കിലും ഹിന്ദി ടൈപ്പിസ്റ്റ് ആണെങ്കിലും സിലബസിൽ വരുന്നത് ജനറൽ ഇൻ്റലിജൻസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ അവയർനെസ്. അതായത് SSC മോഡലായിരിക്കും എക്സാമിനേഷൻ വരിക. SSC, MTS, CGL, CHS അപ്ലൈ ചെയ്തവർക്ക് അതേ ഒരു പാറ്റേൺ എക്സാം ആയിരിക്കും ഇതിനും വരിക. റിട്ടേൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. റിട്ടേൺ ടെസ്റ്റ് ഇംഗ്ലീഷിലും ഉണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പർ, ഹിന്ദിയിലും ഉണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പർ. ഡ്രൈവർ പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് കൂടാതെ നിങ്ങൾ ഡ്രൈവർ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ഉണ്ടാകുന്നതായിരിക്കും. റിട്ടേൺ ടെസ്റ്റിൻ്റെ വെയിറ്റേജിൻ്റെ മാർക്കിലായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ. ഈ ടൈപ്പിംഗ് ടെസ്റ്റ് വെറും ക്വാളിഫയിങ് മാത്രമായിരിക്കും. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 30 ദിവസമാണ് ഈ അഡ്വർടൈസ്മെൻറ്റ് പബ്ലിഷ് ചെയ്ത്. ഇപ്പോഴത്തെ അടുത്ത നിങ്ങളുടെ തിങ്കളാഴ്ചത്തെ തൊഴിൽ വാർത്തയിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഏകദേശം നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് ഒരു സെപ്റ്റംബർ 3-ാം തീയതി മുൻപെങ്കിലായിട്ട് അവിടെ എത്താനുള്ള തരത്തിൽ ബൈ പോസ്റ്റ് ആയിട്ടാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അവിടെ എത്തിക്കേണ്ടതാണ്. ഇത് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ എയർഫോഴ്സിൻ്റെ റെക്കോർഡ് ഓഫീസ് ഉണ്ട്. അത് ന്യൂഡൽഹിയിലാണ് വരുന്നത്. അവിടെ LD ക്ലർക്കിൻ്റെ 8 വേക്കൻസിയും ഹിന്ദി ടൈപ്പിസ്റ്റിൻ്റെ 1 വേക്കൻസിയാണ്. പിന്നെ അത് കാറ്റഗറി ആയിട്ടുണ്ട്. ഈ 8 വേക്കൻസിയിൽ URന് 3, OBC 2, SC 2, EWS 1, അങ്ങനെ പല കാറ്റഗറി ആയിട്ട് അവർ തിരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൻ്റെ ടോട്ടൽ വേക്കൻസി 8 ആണ്. ഹിന്ദി ടൈപ്പിസ്റ്റിൻ്റെ 1 വേക്കൻസി. പിന്നെ എയർഫോഴ്സിൻ്റെ വേറെ ന്യൂഡൽഹി തന്നെ എയർഫോഴ്സ് സ്റ്റേഷൻ റേസ് കോഴ്സിലേക്കാണ് LDC 7 വേക്കൻസിയും ഹിന്ദി ടൈപ്പിസ്റ്റ് 1 വേക്കൻസിയും. പിന്നെ അതുപോലെ എയർഫോഴ്സ് സെൻട്രൽ അക്കൗണ്ട് ഓഫീസ് ന്യൂഡൽഹിയിലേക്ക് 24 വേക്കൻസി LD ക്ലർക്കിന് വന്നിട്ടുണ്ട്. അങ്ങനെ പല മേഘാലയ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ആസാം, അതൊക്കെ ഈസ്റ്റേൺ എയർ കമാൻഡിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. സെൻട്രൽ എയർ കമാൻഡിൻ്റെ അണ്ടറിൽ ആഗ്ര, UPൻ്റെ കാറ്റഗറിയാണ് വരുന്നത്. മെയിൻ്റനൻസ് കമാൻഡിന് കീഴിൽ കാൺപൂർ, നാഗ്പൂർ, തമിഴ്നാട്ടിൽ വരുന്നുണ്ട്. കോയമ്പത്തൂർ AOC LD ക്ലർക്ക് വരുന്നുണ്ട്. 1 വേക്കൻസിയാണ് ഉള്ളത്. അതുപോലെ പൂനെ, നാസിക്, ഗാന്ധിനഗർ വേക്കൻസീസ് വരുന്നുണ്ട്. ഇനി എയർഫോഴ്സിൻ്റെ ഒരു ട്രെയിനിങ് കമാൻഡിലേക്കാണ് ഇത്, കുറച്ചും കൂടി സൗത്തിലാണ് വേക്കൻസീസ് വരുന്നത്. ബാംഗ്ലൂർ കമാൻഡിങ് ഓഫീസർ ട്രെയിനിങ് ക്യാമ്പിന് ബാംഗ്ലൂരിൽ വേക്കൻസി വന്നിട്ടുണ്ട്. ബാംഗ്ലൂർ പല യൂണിറ്റിലും പല വേക്കൻസി ആയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ ചെന്നൈയിൽ വേക്കൻസി വരുന്നുണ്ട്, ബെൽഗോമിൽ വേക്കൻസി വരുന്നുണ്ട്, ഹൈദരാബാദിലും വേക്കൻസി വരുന്നുണ്ട്. പിന്നെ നോർത്തിലാണ് ബാക്കി കൂടുതൽ വേക്കൻസീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് യൂണിറ്റാണ് അപ്ലൈ ചെയ്യാൻ താല്പര്യം, അതിൽ എത്ര വേക്കൻസീസ് ഉണ്ടോ നോക്കിയിട്ട് ആ യൂണിറ്റിലേക്കാണ് നിങ്ങൾ ഇത് അപേക്ഷിക്കേണ്ടത്. ഇതിനൊരു അപ്ലിക്കേഷൻ ഫോർമാറ്റ് ഉണ്ട്. അതിൻ്റെ എങ്ങനെ എടുക്കാൻ ഞാൻ കാണിച്ചു തരാം. ആ ഒരു ഫോർമാറ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത്. ആ ഫോർമാറ്റ് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഡീറ്റെയിൽസും ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബാക്കിയുള്ള അതെല്ലാം ഫില്ല് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ ഏജ്, ടെക്നിക്കലായിട്ട് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ, അത് നിങ്ങൾ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇതിൻ്റെ എല്ലാം സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയാണ് വെക്കേണ്ടത്. ഇതെല്ലാം നിങ്ങൾ അപ്ലിക്കേഷൻ്റെ കൂടെ വെക്കേണ്ടതാണ്. അതുപോലെ നിങ്ങൾ OBC റിസർവേഷൻ നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നെങ്കിൽ നിങ്ങളൊരു സർട്ടിഫിക്കറ്റും കൂടി ഇതിൻ്റെ കൂടെ വെക്കേണ്ടതാണ്. നിങ്ങളൊരു ക്രീമി ലെയറിലും ഉൾപ്പെടുന്ന ആളല്ല എന്ന് പറഞ്ഞിട്ട്. ഇത് OBCയുടെ സെൻട്രൽ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാസ്റ്റ് ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ OBC
റിസർവേഷൻ കിട്ടുള്ളൂ. അല്ലാത്തവരെല്ലാം ജനറൽ ആയിട്ടായിരിക്കും പരിഗണിക്കുക. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം അത് ടൈപ്പ് ചെയ്തതിന് ശേഷം അതിൽ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആപ്ലിക്കേഷനിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നിങ്ങളതിൽ ഫിക്സ് ചെയ്തതിന് ശേഷം അത് സെൽഫ് അറ്റസ്റ്റഡ് ചെയ്യേണ്ടതാണ്. ബാക്കിയുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ സ്വന്തം അഡ്രസ്സ് എഴുതിയൊരു എൻവലപ്പ് ഈ അപേക്ഷിക്കുന്ന കവറിൻ്റെ ഉള്ളിൽ വെക്കണം. ആ ഒരു എൻവലപ്പിൽ 10 രൂപയുടെ സ്റ്റാമ്പ് നിങ്ങൾ ഒട്ടിക്കേണ്ടതാണ്. ഉള്ളിൽ വെക്കുന്ന കവറിൽ 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിക്കുക. അത് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് അയച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ അതിൽ നിങ്ങൾ അഡ്രസ്സ് ടൈപ്പ് ചെയ്യണം. ആ ഒരു ഉള്ളിൽ വെക്കുന്ന കവറിൽ അത് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടാണ്. അയക്കുന്ന കവറിൻ്റെ മുകളിൽ നിങ്ങൾ പുറത്ത് വെക്കുന്ന അയക്കുന്ന കവറിൻ്റെ മുകളിൽ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഏത് പോസ്റ്റാണോ അപേക്ഷിക്കുന്നത് അതിൻ്റെ കാറ്റഗറി നിങ്ങൾ അപേക്ഷിക്കണം. ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് LD ക്ലർക്ക് ആൻഡ് കാറ്റഗറി. നിങ്ങൾ OBC ആണെങ്കിൽ OBC, UR ആണെങ്കിൽ UR അത് ചെയ്ത് വെക്കണം. ഇനി ഇത് കൂടാതെ തന്നെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് വെക്കേണ്ടതാണ്. അത് ആപ്ലിക്കേഷൻ ഫോമിൽ വെച്ച സെയിം ടൈപ്പ് തന്നെ സെയിം പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് തന്നെയായിരിക്കും നിങ്ങൾ വെക്കേണ്ടത്. അതുപോലെ എക്സാമിനേഷൻ സെൻറ്റേഴ്സൊക്കെ അവർ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. പിന്നെ ഇതാണ് ആപ്ലിക്കേഷൻ ഈ ഫോർമാറ്റ്. ഈ ഒരു മോഡൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എവിടെയാണോ LD ക്ലർക്ക് ഇൻ ഏത് യൂണിറ്റാണ്. അപ്പോൾ അതിൽ പല യൂണിറ്റുകൾ നിങ്ങൾ മുകളിൽ കണ്ടിട്ടുണ്ടാവും. അതിൽ ഏത് യൂണിറ്റാണോ ആ ഒരു യൂണിറ്റിൻ്റെ അഡ്രസ്സ് നിങ്ങൾ എഴുതുക. ഇപ്പോൾ നിങ്ങൾ പോസ്റ്റൽ അഡ്രസ്സിൽ സ്റ്റേഷൻ കമാൻഡർ എയർഫോഴ്സ് സ്റ്റേഷൻ ബറാക്പൂർ വെസ്റ്റ് ബംഗാൾ ആണെങ്കിൽ അത് നിങ്ങൾ അവിടെ എഴുതേണ്ടതാണ് യൂണിറ്റ്. ഏത് യൂണിറ്റാണോ അത് അപ്ലൈ ചെയ്യുക. പിന്നെ പോസ്റ്റ് അപ്ലൈഡ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, കാസ്റ്റ് ആണെങ്കിൽ അത് സെൽഫ് അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ് വെക്കണം. നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ കാസ്റ്റ് സെൽഫ് അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ് വെക്കണം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ്സ് വെക്കണം. പിന്നെ ഏത് കാറ്റഗറിക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളിതിൽ ചെയ്യേണ്ടതാണ്. പിന്നെ ഒഫീഷ്യൽ റെക്കോർഡ് ഓൺലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളുണ്ട്. അവിടെ നിങ്ങളൊന്നും ചെയ്യേണ്ട. താഴത്തെ അക്നോളജ്മെൻറ്റ് കാർഡ് ഉണ്ട്. അവിടെ നിങ്ങളുടെ സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോഗ്രാഫാണ് പേസ്റ്റ് ചെയ്യേണ്ടത്. അതിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. നെയിം, ഫാദേഴ്സ് നെയിം, അഡ്രസ്സ് ചെയ്ത കറസ്പോണ്ടൻസ്. ഈ ഒരു ഇൻഡെക്സ് നമ്പറും വെന്യൂ ഓഫ് റിട്ടേൺ ടെസ്റ്റൊക്കെ അവരാണ് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഈ താല്പര്യപ്പെടുന്നവർ ഈ നോട്ടിഫിക്കേഷൻ ഫുള്ളായി വായിച്ചിട്ട് അപ്ലൈ ചെയ്യുക. ഇത് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. സെൻട്രൽ ഗവൺമെൻറ് പെർമനൻറ്റ് പോസ്റ്റുകളാണ്. ഇത് ഭാവിയിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫറൊക്കെ വാങ്ങാവുന്നതാണ്. ഈ നോർത്തിലൊക്കെയാണ് പോസ്റ്റിംഗ് ആണെങ്കിലും സൗത്തിലേക്കൊക്കെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ വാങ്ങി വരാവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക.